Good morning. We are going to particle in a box. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റഡി സ്റ്റേറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തത്. ഇനി അതിൽ ഓരോ പ്രോബ്ലംസും നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഫസ്റ്റ് പർട്ടിക്കുലർ കേസാണ്, അതായത് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. ഹിയർ ദ പാർട്ടിക്കിൾ ഇസ് ട്രാപ്ഡ് ഇൻ എ ബോക്സ് വിത്ത് ഇൻഫിനിറ്റ്ലി ഹാർഡ് വോൾസ്. അതായത് ഒരു പാർട്ടിക്കിൾ ഇതിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്നു. So here the condition of this box is that the walls are infinitely hard. അപ്പോൾ ഇൻഫിനിറ്റ്ലി ഹാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര ഹാർഡാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ എന്ത് സാധനം വന്ന് തട്ടിക്കഴിഞ്ഞാലും ഈ വോളിന് ഒരു മാറ്റവും സംഭവിക്കില്ല. അപ്പോൾ ഇൻഫിനിറ്റ്ലി ഹാർഡ് വോൾസ് പറയുന്നതിനേക്കാളും നല്ലത് നമുക്കതിന് മുമ്പ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇലാസ്റ്റിക് വാൾ നോക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇലാസ്റ്റിക് വാളാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾ ഈ വോളിൽ ചെന്ന് തട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഇലാസ്റ്റിക് വാൾ ആയതുകൊണ്ട് കുറച്ച് മുന്നോട്ട് നീങ്ങും. പക്ഷേ ഇവിടെ എന്താണ്? ദ ബോക്സ് ഈസ് ഇൻഫിനിറ്റ്ലി ഹാർഡ്. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റിൽ നമ്മളൊരു ഫിസിക്കലി നമ്മൾ കാണുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പാർട്ടിക്കിള് ഈ വോള് തട്ടിക്കഴിഞ്ഞാൽ അത് ഈ വോളിന് യാതൊരു വ്യത്യാസവും ഉണ്ടാകാതെ അത് തിരിച്ചതുപോലെ തന്നെ തിരിച്ചു വരുമെന്ന് പറയാം. സോ ഹിയർ ദ വിഡ്ത്ത് ഓഫ് ദിസ് ബോക്സ് ഓർ വിഡ്ത്ത് ഓഫ് ദ wall is L. We can take it as L. And here what is happening means, here we are taking it as a one-dimensional problem. So here particles are traveling in x-axis. One dimension എന്ന് പറയുന്നത് നമ്മളെപ്പോഴും x-axis ആയിട്ട് എടുക്കുക. അതുകൊണ്ട് നമ്മൾ here the particles are traveling in x-axis and this particle can travel from x equal to 0 to x equal to L because here the walls are infinitely hard. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പാർട്ടിക്കിൾ ഒരിക്കലും ഒരു തുള്ളി പോലും x equal to 0 എന്ന് ഇങ്ങോട്ടേക്ക് x equal to L എന്ന് അപ്പുറത്തേക്കും പോവില്ല. അത് ഇൻഫിനിറ്റ്ലി ഹാർഡ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ പാർട്ടിക്കിൾ ഒരു ഇലാസ്റ്റിക് വാളാണെങ്കിൽ ഇവിടെ ചെന്ന് തട്ടുമ്പോൾ എന്താ സംഭവിക്കുക? ഈ വാൾ ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ട് നീങ്ങും. അപ്പോൾ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? x equal to 0 ഇപ്പുറത്തേക്ക് കുറച്ച് വരാനുള്ള സാധ്യതയുണ്ട്. സിമിലർലി ഇത് ഇവിടെ ഇൻഫിനിറ്റ്ലി ഹാർഡ് അല്ല എന്നുണ്ടെങ്കിൽ when this particle is going to stuck here, ഈ വോൾ ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ട് നീങ്ങും. അതായത് പാർട്ടിക്കിൾ എന്ത് ചെയ്യും? എല്ലിന്ന് വലതുഭാഗത്തേക്ക് കുറച്ച് നീങ്ങും. But here that is not like that. Here the walls are infinitely hard. So here we can say that the particle can travel only between x equal to 0 and x equal to L. And when the particle is moving and when it is stucking on this wall, then what will happen? This particle will collide elastically with this wall, then the particle will come back. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ ആയതുകൊണ്ട് പാർട്ടിക്കിളും തിരിച്ചു വരുമ്പോൾ എനർജി മുഴുവൻ ആ പാർട്ടിക്കിൾ അങ്ങനെ തന്നെ ഉണ്ടാവും. അല്ലാതെ ഇവിടെ ഒരു എനർജി ട്രാൻസ്ഫർ ഒന്നും നടക്കില്ല. കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള കൊളീഷൻസ് ആയിരിക്കും ഇവിടെ നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് ആ പാർട്ടിക്കിളിൻ്റെ ബോക്സിൻ്റെ കണ്ടീഷൻ. അപ്പോൾ നമുക്കത് മാത്തമാറ്റിക്കലി നമുക്കൊന്ന് എഴുതി നോക്കാം എന്തായിരിക്കും കണ്ടീഷൻ എന്ന്. ഹിയർ വി ക്യാൻ സേ ദാറ്റ് ഇൻഫിനിറ്റ്ലി ഹാർഡ് വാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ വേണമെങ്കിൽ പറയാം ആ വാളിൽ പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി ആണെന്ന് പറയുന്നത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമുക്കത് ഒരാൾ ഒരു കുഴിയിൽ വീണിരിക്കുന്നതിനെ പറ്റി ആലോചിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കുഴിയിൽ വീണിരിക്കുന്നതിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു പ്രത്യേക ഹൈറ്റുള്ള കുഴിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റോ കോണി എന്തെങ്കിലും വെച്ച് അയാൾക്ക് പുറത്തേക്ക് ചാടാൻ പറ്റും. പക്ഷേ ഇത് ഇൻഫിനിറ്റ്ലി ആയിട്ടുള്ളൊരു കുഴിയാണെങ്കിലോ, അതായത് ആ കുഴിയുടെ അറ്റമെന്ന് പറയുന്നത് കിടക്കുന്ന അനന്തതയിലേക്കാണ്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് എടുക്കും. നമ്മളൊരു സാധാരണ നമ്മൾ ഫിസിക്കലി നമ്മൾ കാണുന്ന ഒരു കുഴിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നിന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ വെല്ലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇവിടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്, ഈ ബൗണ്ടറിയിലൊക്കെ നമുക്ക് എന്താണെന്ന് പറയാം, ഇൻഫിനിറ്റി ആണെന്ന് പറയാം. അപ്പോൾ ഈ കേസിനെ നമുക്ക് ഒന്നെങ്കിൽ ഇൻ എ ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇൻ എ പൊട്ടൻഷ്യൽ വെൽ വിത്ത് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നതാണ് ദ പൊട്ടൻഷ്യൽ ഈക്വൽ ടു ഇൻഫിനിറ്റി ഇഫ് എക്സ് ലെസ് ദാൻ 0 ആൻഡ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ എൽ. അതായത് എക്സ് എന്ന് പറയുന്നത് 0ക്ക് ഇപ്പുറത്തോ എക്സ് എന്ന് പറയുന്നത് 0നേക്കാൾ കൂടുതലാണെങ്കിൽ എന്താണ്, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ 0 to L നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി അല്ല, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ആൻഡ് ഫോർ അവർ ഈസിനെസ് ആൻഡ് ഫോർ അവർ ഈസി മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ വി ആർ ടേക്കിംഗ് ഇറ്റ് as v equal to 0. ഇപ്പോൾ v എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഈ പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ ഉള്ളിൽ നമ്മളത് 0 ആയിട്ട് എടുക്കുന്നു. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നോക്കാം. ഇത് ഇൻഫിനിറ്റ്ലി ഹാർഡ് വാൾ ആയതുകൊണ്ട് ഒരിക്കലും പാർട്ടിക്കിൾ എന്ത് ചെയ്യില്ല, x equal to 0ൻ്റെ ലെഫ്റ്റിലേക്കോ x equal to Lൻ്റെ റൈറ്റിലേക്കോ പോകില്ല. ദാറ്റ് മീൻസ് ദ പാർട്ടിക്കിൾ cannot exist to the left of this wall and to the right of this end, isn't it? അപ്പോൾ പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, പാർട്ടിക്കിളിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് 0 ആണെന്ന് പറയാം. പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് വെച്ചാൽ യു നോ ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് I സ്ക്വയർ. സിൻസ് മോഡുലസ് I സ്ക്വയർ ഈക്വൽ ടു 0 മീൻസ് ദ ഓൺലി പോസിബിൾ തിങ് ഈസ് ദാറ്റ് psi ഈക്വൽ ടു 0. അതായത് വി ക്യാൻ സേ ദാറ്റ് ഫോർ x ലെസ് ദാൻ 0 ആൻഡ് ഫോർ x ഗ്രേറ്റർ ദാൻ L
the psi equal to 0. അപ്പോൾ psi 0 ആണ് എന്നുള്ളത് കൊണ്ട് സീറോൻ്റെ ലെഫ്റ്റ് ഭാഗത്തും എല്ലിൻ്റെ റൈറ്റ് ഭാഗത്തും psi 0 ആണ്. അപ്പോൾ അവിടുത്തെ ഷ്രോഡിഞ്ചർ ഇക്വേഷനെ പറ്റി നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് നോ പാർട്ടിക്കിൾസ് ആർ എക്സിസ്റ്റിംഗ് ദർ, ഓർ വി ക്യാൻ സേ ദ വേവ് ഫംഗ്ഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് 0. സോ ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. ബട്ട് the particle will exist inside this wall. So we are going to find what is the particle. പാർട്ടിക്കിളിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ ആദ്യം തന്നെ we are going to develop a Schrodinger equation. Second, we are going to solve it. Then by solving that one we may get energy നമുക്ക് കിട്ടാം. പിന്നെ അവിടെ നിന്ന് നമുക്ക് അതിൻ്റെ മൊമെൻറ്റം കിട്ടും. അങ്ങനെ എല്ലാം നമുക്ക് കിട്ടും. അതായത് ഈ വേവ് ഫംഗ്ഷൻ നമുക്കറിയാം, വേവ് ഫംഗ്ഷൻ്റെ Schrodinger equation അറിയാമെന്നുണ്ടെങ്കിൽ from there we can find almost every physical variable or physical quantities from there. So here firstly we are going to generate or to develop a Schrodinger equation inside this box. So here we know what is the Schrodinger equation of a particle, that is equal to ഒരു Schrodinger equation എന്താണെന്ന് നമുക്കറിയാം. സ്റ്റഡി സ്റ്റേറ്റ് Schrodinger equation നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. d square psi by dx square plus 2m e minus v by h cut square psi equal to 0. And here we are thinking only about the region where inside that box. അപ്പോൾ inside the box എന്ന് പറയുമ്പോൾ we know inside the box potential 0 ആണ്. So inside the box v equal to 0. So we can rewrite this equation as d square psi by dx square plus 2me by h cut square psi equal to 0. We can write like that. Okay. അപ്പോൾ ഈ 2me by h cut square ഞാൻ മറ്റൊരു കോൺസ്റ്റന്റ് ആക്കിയിരുന്നു. I am taking it as a constant k square. So I can write that d square psi by dx square plus k square psi equal to 0, where k equal to root 2me divided by h cut. So it is a Schrodinger equation with us, d square psi by dx square plus k square psi equal to 0. അപ്പോൾ നമുക്ക് Schrodinger equation കിട്ടി. ഈ Schrodinger equation നമുക്കൊന്ന് സോൾവ് ചെയ്യണം. ഇറ്റ് ഇസ് എ വെരി സിമ്പിൾ ഇക്വേഷൻ. ഇതൊരു സിമ്പിൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് സെമസ്റ്ററിലോ സെക്കൻഡ് സെമസ്റ്ററിലോ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവേണ്ടതാണ്. അതായത് 3 തരം സൊല്യൂഷൻ ഉണ്ടാകും. ഇതിനെ നമുക്ക് ആ സൈയുടെ കൂടെയുള്ള കോഫിഷ്യൻറ്റിനെ നമ്മൾ സി എന്ന് പറയും. ഡി സൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയുള്ള കോഫിഷ്യൻറ്റിനെ നമ്മൾ ബി എന്ന് പറയും. ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെ കൂടെയുള്ള കോഫിഷ്യൻറ്റിനെ നമ്മൾ എ എന്ന് പറയാറുണ്ട്. അങ്ങനെ ബി സ്ക്വയർ മൈനസ് 4ac, അതായത് ഡിറ്റർമിനൻറ്റ്, നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്ന പോലെ ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ കണ്ടുപിടിക്കും. അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഒരു സൊല്യൂഷൻ ആയിരിക്കും, ലെസ് ദാൻ 0 ആണെങ്കിൽ മറ്റൊരു സൊല്യൂഷൻ ആയിരിക്കും, ഈക്വൽ ടു 0 ആണെങ്കിൽ മറ്റൊരു സൊല്യൂഷൻ ആയിരിക്കും എന്ന് പറഞ്ഞ് 3 സൊല്യൂഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തു എന്നുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ നല്ലത്. ഇനി അതറിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതെന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് മറ്റേ ഹാർമോണിക് ഓസിലേറ്ററിൽ ഇങ്ങനത്തെ ഒരുപാട് ഇക്വേഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൈൻ കെ എക്സിൻ്റെയും കോസ് കെ എക്സിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും നമുക്ക് പറയാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു ട്രയൽ സൊല്യൂഷൻ ഇട്ട് നോക്കുകയാണ്. ട്രയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ലെറ്റ് ഐ ആം അസ്യൂമിങ് ദ സൊല്യൂഷൻ ഈക്വൽ ടു, അതായത് ഞാൻ പറഞ്ഞ ഏത് വഴി പോയി കഴിഞ്ഞാലും വി ആർ ഗെറ്റിംഗ് ദ ഇക്വേഷൻ ഓഫ് സൈൻ കെ എക്സ് പ്ലസ് കോസ് കെ എക്സ്, അതായത് സൈൻ കെ എക്സിൻ്റെയും കോസ് കെ എക്സിൻ്റെയും ഒരു ഒരു കോമ്പിനേഷൻ ആയിട്ടായിരിക്കും കിട്ടുക. അതായത് സൈ എന്ന് പറയുന്നത് സപ്പോസ് ഐ ആം ഗോയിങ് ടു ടേക്ക് ഇറ്റ് as a sin kx plus b cos kx, then I am going to substitute this in this equation. അതായത് സൈ എന്ന് പറയുന്നത് യഥാർത്ഥ സൊല്യൂഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അങ്ങനെ ഒരു മെത്തേഡും ഉണ്ട്. അതായത് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ അറിയാത്തൊരു കണ്ടീഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു ട്രയൽ സൊല്യൂഷൻ ഉണ്ടാക്കും. ആ ട്രയൽ സൊല്യൂഷൻ ഇട്ട് നോക്കുക ആ ഇക്വേഷനിൽ. അപ്പോൾ ആ ഇക്വേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അതിൻ്റെ സൊല്യൂഷനാണെന്ന് പറയാൻ പറ്റും. കുറച്ചും കൂടി സിമ്പിളായിട്ട് അത് പറയാം. അതായത് സപ്പോസ് എൻ്റെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ട്, എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് കണ്ടുപിടിക്കണം എക്സ് എന്താണെന്ന വാല്യൂ എനിക്ക് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് എന്താണ് എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാൻ എന്നുണ്ടെങ്കിൽ ഒരു വഴിയുള്ളത് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാമെന്നുള്ളതാണ്. അതല്ലാതെ മറ്റേയും വഴികളുണ്ട്. വഴികൾ എന്താണെന്ന് വെച്ചാൽ എക്സിന് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുക. എക്സ് ഈക്വൽ ടു 1 എന്ന് ഇട്ട് കൊടുക്കുക, എക്സ് ഈക്വൽ ടു 2 എന്ന് ഇട്ട് കൊടുക്കുക, എക്സ് ഈക്വൽ ടു 3 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 എന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും, എക്സ് സ്ക്വയർ 4 ആണ്, മൈനസ് 4x മൈനസ് 4 ഇൻറ്റു 2 അതായത് മൈനസ് 8 ആണ്, പ്ലസ് 4 അതായത് 4 മൈനസ് 8 പ്ലസ് 4 അതായത് നമുക്ക് എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. അപ്പോൾ അവിടെ അതെന്താണ്, എക്സ് ഈക്വൽ ടു 2 ആണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഓരോ ട്രയൽ ഇക്വേഷൻ ഇട്ട് ട്രയൽ സൊല്യൂഷൻ ഇട്ടിട്ട് നമ്മൾ അതിനെ കണ്ടുപിടിക്കാൻ അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ശ്രമിക്കാം. അങ്ങനെ ഒരു പോസിബിലിറ്റിയും ഉണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. എന്തായാലും ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് ആയിരിക്കും. നമുക്കിതൊന്ന് ഇട്ട് നോക്കാം. ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കിട്ടും, എന്താണെന്ന് കിട്ടും, ഡി സ്ക്വയർ സി ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക. ഒരു പ്രാവശ്യം ഇതിനെ സൈൻ ഡി സൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് നമുക്ക് എ കെ കോസ് കെ എക്സ് മൈനസ് ബി കെ സൈൻ കെ എക്സ് ആയിരിക്കും കിട്ടുക. ഒന്നും കൂടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് എ കെ സ്ക്വയർ സൈൻ കെ എക്സ് പ്ലസ് ബി കെ സ്ക്വയർ കോസ് കെ എക്സ് എന്നായിരിക്കും കിട്ടുക. അതായത് കെ സ്ക്വയർ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ കെ സ്ക്വയർ ഇൻറ്റു
എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ്. അതായത് എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് എന്ന് വെച്ചാൽ സൈ ആണ്. അതായത് നമുക്ക് കിട്ടുക മൈനസ് കെ സ്ക്വയർ സൈ പ്ലസ് കെ സ്ക്വയർ സൈ ആയിരിക്കും കിട്ടുക. അതായത് ഡി സൈ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക ഇവിടെ ഇതായിരിക്കും കിട്ടുക. ഡി സൈ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഞാൻ പറയുന്നു, സൈ ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് ആണ്. അപ്പോൾ ഡി സൈ ബൈ ഡി എക്സ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുക കെ എ കോസ് കെ എക്സ് ആയിരിക്കും കിട്ടുക, പ്ലസ് ഇതിന് പകരം മൈനസ് ബി കെ സൈൻ കെ എക്സ് ആയിരിക്കും കിട്ടുക. ഒന്നും കൂടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടുക ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ നമുക്ക് കിട്ടുക മൈനസ് എ കെ സ്ക്വയർ സൈൻ കെ എക്സ് മൈനസ് ബി കെ സ്ക്വയർ കോസ് കെ എക്സ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇത് രണ്ടും കൂടി അതെന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ സൈ ആണ്. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് കെ സ്ക്വയർ സൈ ആയതുകൊണ്ട് മൈനസ് കെ സ്ക്വയർ സൈ പ്ലസ് കെ സ്ക്വയർ സൈ ഈക്വൽ ടു 0 ആണ്. അപ്പോഴും നമുക്കിത് കിട്ടും. അതായത് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള പല മെത്തേഡുകൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഏത് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എനിവേ വി ആർ ഗെറ്റിംഗ് ദ സൊല്യൂഷൻ ഓഫ് എ ഈക്വൽ ടു സൈൻ a sin kx psi equal to we are getting the solution of psi equal to a sin kx plus b cos kx. That is the solution of this one. So it is the general solution of an equation of this form. അപ്പോൾ ആ ഫോമിലാണോ ആ ഫോമിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ഇവിടുന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താ, വി ആർ ട്രൈയിങ്, സോ വി നീഡ് ടു ഫൈൻഡ് ദ വേവ് ഫംഗ്ഷൻ. ഹിയർ ദ ജനറൽ സൊല്യൂഷൻ ഈസ് എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു psi. പക്ഷേ ഇവിടെ ഒരു ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് രണ്ടെണ്ണം അപ്ലൈ ചെയ്ത് നോക്കാം. ബൗണ്ടറി കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താ, ബൗണ്ടറിയിലുള്ള കണ്ടീഷൻ എന്താണ്, ഇവിടെ നമുക്ക് രണ്ട് ബൗണ്ടറി ആണുള്ളത്. ഫസ്റ്റ് ബൗണ്ടറി എന്ന് പറയുന്നത് അറ്റ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് നെക്സ്റ്റ് ബൗണ്ടറി ഈസ് അറ്റ് എക്സ് ഈക്വൽ ടു എൽ. സോ ഹിയർ വി നോ ദാറ്റ് psi equal to 0 if x equal to or less than 0 and psi equal to 0 for x greater than l. അപ്പോൾ x equal to 0 ആകുന്ന ഈ പോയിന്റിൽ psi എന്താകണം, 0 ആകണം. x equal to l ആകുന്ന ഈ പോയിന്റിൽ എന്താകണം, psi 0 ആകണം. കാരണം 0യ്ക്കും l-നും ഇടയിൽ മാത്രമേ ഈ പാർട്ടിക്കിളിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. So I am going to the first boundary condition. അതായത് എന്താണ്, psi equal to 0 at x equal to 0. That is the first boundary condition. And the second boundary condition is psi equal to 0 at x equal to l. So I am applying the first boundary condition. So here psi equal to 0 at x equal to 0, അതായത് 0 equal to sin kx, അതായത് sin 0 plus b cos 0 നമുക്ക് എഴുതാം. sin 0 എന്ന് പറയുന്നത് 0 ആണ്, അപ്പോൾ ഈ ടൈം 0 ആവും. ബട്ട് വി നോ cos 0 is equal to 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, റൈറ്റ് സൈഡിൽ b കിട്ടും. സോ ഫ്രം ദിസ് വൺ വി ക്യാൻ റൈറ്റ് ദാറ്റ് 0 is equal to b. അതായത് എന്താ നമുക്ക് ഇന്ന് മനസ്സിലാവുക, ഇൻ ദിസ് കേസ് വി ക്യാൻ സേ ദാറ്റ് b will be 0. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദിസ് ഇക്വേഷൻ ഇൻ ദിസ് trial equation or in this solution we can write that b equal to 0. So we can rewrite this solution as psi equal to a sin kx എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഒന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ ഇതിൽ ഒരു ടൈം പോയി കിട്ടി. So we are getting psi equal to a sin kx. Then I am applying the second boundary condition, that is psi equal to 0 at x equal to l. അപ്പോൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ psi equal to 0 ഇത് 0 ആവും. എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും, എ സൈൻ കെ ഇൻറ്റു എൽ ആണ്. അപ്പോൾ എ സൈൻ കെ ഇൻറ്റു എൽ എന്ന് പറയുന്നത് എന്താവണം, 0 ആകണം. അപ്പോൾ അവിടെ എ എന്തായാലും 0 ആകാൻ പറ്റില്ല, കാരണം ബി ഓൾറെഡി 0 ആണ്. എയും കൂടി 0 ആയി കഴിഞ്ഞാൽ നമുക്കൊരു വേവ് ഫംഗ്ഷൻ ഇല്ലാത്ത അവസ്ഥ വരും. അപ്പോൾ എ 0 ആവണ്ട, സൈൻ കെ എൽ 0 ആയാൽ മതി. സൈൻ കെ എൽ 0 ആവണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താ, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എപ്പോഴായിരിക്കും, തീറ്റ എന്ന് പറയുന്നത് 0യോ പൈയോ 2πയോ മൈനസ് പൈയോ മൈനസ് 3πയോ 3πയോ ഒക്കെ വരുമ്പോഴായിരിക്കും. അതായത് എന്താകുമ്പോൾ if theta equal to n pi, അതായത് നമുക്ക് ഇവിടെ എന്തെന്ന് പറയാം, this will be 0 if kl equal to n pi എന്ന് നമുക്ക് പറയാം. ഇതെന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ കോണ്ടൈസ്ഡ് കണ്ടീഷൻ. അപ്പോൾ നമുക്കൊരു കോണ്ടൈസ്ഡ് കണ്ടീഷൻ നമുക്ക് കിട്ടി അല്ലേ. കോണ്ടൈസ്ഡ് കണ്ടീഷൻ എന്ന് വെച്ചപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും, ഇവിടെ kl-ന് നമ്മുടെ കോണ്ടൈസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് kl എന്ന് പറയുന്നതിന് നമുക്ക് എന്താ പറ്റുക, എല്ലാ വാല്യൂസും പറ്റില്ല, n pi എന്ന് പറയുന്ന വാല്യൂസ് മാത്രമേ പറ്റുകയുള്ളൂ അല്ലേ. ഇതേപോലത്തെ ഒരു കോണ്ടൈസ്ഡ് കണ്ടീഷനാണ് നമ്മൾ ബോർ ആറ്റമിക് മോഡലിൽ പഠിച്ചത്. അവിടെ എന്താ, ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് കോണ്ടൈസ്ഡ് ആണ്. ആംഗുലാർ മൊമെന്റത്തിന് എല്ലാ വാല്യൂസ് ഒന്നും പറ്റില്ല. അതേപോലെ തന്നെ മറ്റൊരു കോണ്ടൈസ്ഡ് കണ്ടീഷനാണ് നമുക്കിവിടെ വരുന്നത്. അതായത് പാർട്ടിക്കിളിനെ ബോക്സിനും നമുക്കിവിടെ മനസ്സിലായി തോന്നിയ എല്ലാ വേവ് ഫംഗ്ഷനും ഒന്നും നമുക്ക് അലോ ചെയ്യാൻ പറ്റില്ല. കോണ്ടൈസ്ഡ് കണ്ടീഷൻ ഈസ് ദാറ്റ് ഈസ് ഈക്വൽ ടു കെ എൽ ഈക്വൽ ടു എൻ പൈ. അതായത് അവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം, കെ ഈക്വൽ ടു എൻ പൈ ഡിവൈഡഡ് ബൈ എൽ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് ഈക്വൽ ടു psi equal to a sin k ക്ക് പകരം n pi by l എന്ന് എഴുതി. So I can write that psi equal to a sin n pi x by l. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ സൈക്ക് വരെ ഞാൻ psi n ഉപയോഗിച്ചു. അതിന് കാരണം നിങ്ങൾക്ക് മനസ്സിലായി. അതായത് psi n, അതായത് n എന്ന് പറയുന്നതിന് കിട്ടുന്ന വാല്യൂസ് ആണ് നമ്മളിവിടെ എഴുതിയത്. n എന്ന് പറയുന്നത് 1 ആണെങ്കിൽ a sin pi x by l എന്ന് വരും. n എന്ന് പറയുന്നത് 2 ആണെങ്കിൽ psi 2 that is equal to a sin 2 pi x by l എന്ന് വരും. ഇങ്ങനെയായിരിക്കും നമുക്ക് വരിക. ഇതിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുക, വേവ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് we will get the wave function of that as
സൈൻ n ഈക്വൽ ടു a sin n by x by l. ഇതാണ് നമുക്കതിൻ്റെ വേവ് ഫംഗ്ഷൻ കിട്ടുക. ഇനി ഈ വേവ് ഫംഗ്ഷൻ a എന്ന് പറയുന്നതിനെ നമുക്കൊരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാം. ആ കോൺസ്റ്റൻ്റ് എന്താണെന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇതാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ കേസിലുള്ള വേവ് ഫംഗ്ഷനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. വി ക്യാൻ